ഞാനേ ഇന്ന് സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോൾ എനിക്ക് ഭയങ്കര ഫെമിലിയർ ആയിട്ടുള്ള ഒരാളെ ഞാൻ കണ്ടു. കണ്ടപ്പോൾ എനിക്ക് നല്ല മുഖപരിചയം. ഞാൻ എവിടെ കണ്ടിട്ടുണ്ടെന്ന് എനിക്ക് ക്ലിയർ ആയിട്ട് അറിയാം. അത് കോളേജിലാണോ സ്കൂളിലാണോ, അയാളുടെ പേര് മാത്രം ഒരു നിലയ്ക്ക് എനിക്ക് ഓർമ്മ വരുന്നില്ല. അയാളുടെ വീടും അയാളുടെ വീട്ടിലുള്ള ആൾക്കാരെയും, എന്തിനു പറയുന്നു, അയാളുടെ പഞ്ചായത്തിലെ കംപ്ലീറ്റ് ഹിസ്റ്ററി എനിക്ക് ഓർമ്മ വന്നിട്ടും അയാളുടെ പേര് മാത്രം എനിക്ക് കിട്ടിയില്ല. അയാൾ എൻ്റെ അടുത്ത് വന്നു എന്ന് മാത്രമല്ല, എൻ്റെ പേര് വിളിച്ച് സംസാരിക്കുകയും ചെയ്തു. അപ്പം ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി. നിങ്ങൾക്ക് ഇതുപോലുള്ള അനുഭവം ഉണ്ടായിട്ടുണ്ടോ? നമുക്ക് ഏറ്റവും ഫെമിലിയർ ആയിട്ടുള്ള ആൾ നമ്മുടെ മുന്നിൽ വരികയും എന്നാൽ അയാളുടെ പേര് എത്ര ആലോചിച്ചാലും നാവിൻ്റെ തുമ്പത്തുണ്ടായിട്ട് പോലും നമുക്ക് ഓർമ്മ വരാതിരിക്കുന്ന അത്തരത്തിലുള്ള ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടോ? എനിക്ക് മാത്രമല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും ഇത്തരത്തിലൊരു സന്ദർഭം ജീവിതത്തിൽ ഒരിക്കലെങ്കിലും സംഭവിച്ചിട്ടുണ്ട്. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന്? നമ്മുടെ ബ്രെയിനിൽ നടക്കുന്ന ഈ പ്രവൃത്തിയുടെ പേരെന്താണ്? നമുക്ക് സമയവും സന്ദർഭവും ആളുടെ മുഖവും എല്ലാം ഓർക്കാൻ സാധിക്കുന്നുണ്ടെങ്കിലും എന്തുകൊണ്ട് പേര് ഓർക്കാൻ സാധിക്കുന്നില്ല? അതെന്താ, നമ്മുടെ ബ്രെയിൻ അത്രയ്ക്ക് വീക്കാണോ? അതോ നമ്മുടെ ഓർമ്മശക്തിക്ക് എന്തെങ്കിലും കുറവ് സംഭവിച്ചതാണോ? എനിക്ക് ഈ അടുത്ത് ഇതുപോലെ ഒരു നാണം കെട്ട അനുഭവം ഉണ്ടായി. എൻ്റെ സ്കൂളിൽ എൻ്റെ കൂടെ പഠിച്ച ഒരാളെ ഞാൻ വഴിയിൽ വെച്ച് മീറ്റ് ചെയ്തു. അയാൾ എൻ്റെ കൂടെ സ്കൂളിൽ പഠിച്ചതാണെന്ന് എനിക്ക് വളരെ കൃത്യമായിട്ട് അറിയാം. അയാളുടെ കല്യാണം കഴിഞ്ഞതാണെന്നും അയാൾക്ക് കുട്ടികളുണ്ടെന്നും അയാൾ ഒരു ഓഫീസിൽ ജോലി ചെയ്യുന്നതും എല്ലാം എനിക്കറിയാം. പക്ഷെ പേര് മാത്രം ഓർമ്മയില്ല. അപ്പോൾ അയാളുമായി ഞാൻ കുറേ നേരം സംസാരിച്ചു. എന്തൊക്കെയുണ്ട് വിശേഷം, കുട്ടികളൊക്കെ എന്തു പറയുന്നു, ജോലിയൊക്കെ എങ്ങനെ പോകുന്നു. അവസാനം അയാൾ തന്നെ കണ്ടുപിടിച്ചു, അതായത് എനിക്ക് അയാളുടെ പേര് ഒട്ടും ഓർമ്മയിൽ വന്നിട്ടില്ല എന്ന്. അത് അയാൾ എൻ്റെ മുഖത്ത് നോക്കി ചോദിച്ചപ്പോൾ ഞാൻ ശരിക്കും ചമ്മിപ്പോയി. നമ്മുടെ ബ്രെയിൻ ഒരു ഫില്ലിംഗ് ക്യാബിനറ്റ് പോലെയാണ് പ്രവർത്തിക്കുന്നത്. അതിനുള്ളിൽ പല കാര്യങ്ങളും പല രീതിയിലാണ് സ്റ്റോർ ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഒരാളുടെ മുഖം, അയാളുടെ ജോലി, അയാളുടെ നാട്, വീട്, അയാളുടെ അപ്പിയറൻസ് തുടങ്ങിയ വിവരങ്ങളെ എല്ലാം അതിനകത്ത് വ്യക്തമായി സ്റ്റോർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് മുഖങ്ങളും രൂപങ്ങളുമായിരിക്കും നമ്മുടെ ബ്രെയിൻ കൃത്യമായി സ്റ്റോർ ചെയ്തിട്ടുണ്ടാകുക. വായിച്ച് പഠിക്കുന്നതിനേക്കാൾ അല്ലെങ്കിൽ കേട്ട് പഠിക്കുന്നതിനേക്കാൾ നമ്മളുടെ ബ്രെയിനിൽ എപ്പോഴും നിൽക്കുന്നത് നമ്മൾ കണ്ടും ചെയ്തും പഠിച്ച കാര്യങ്ങളാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്ന് പറയുന്ന പോലെ തന്നെ ഒരാളുടെ രൂപവും മുഖവും അപ്പിയറൻസും എല്ലാം ഓർത്തു വെക്കാൻ വളരെ എളുപ്പമാണ്. പേരുകളുടെ കാര്യം എടുക്കുമ്പോൾ രാഹുൽ, സീത, അനു ഇതൊക്കെ ഏകദേശം വാക്കുകൾ മാത്രമാണ്, അല്ലെങ്കിൽ ഓരോ ലേബലുകൾ മാത്രമാണ്. ഇത് ഒന്നുമായും കണക്ട് ചെയ്ത് ഓർത്തു വെക്കാൻ സാധിക്കുന്നില്ല. ഒരാളുടെ മുഖം കണ്ടാൽ പെട്ടെന്ന് തിരിച്ചറിയാനുള്ള കഴിവ് ബ്രെയിനിനുണ്ട്. എന്നാൽ അയാളുടെ പേര് ബ്രെയിനിന് കുറച്ചു നേരം മെമ്മറിയിൽ സെർച്ച് ചെയ്യേണ്ടി വരുന്നു. അതുകൊണ്ടാണ് ചില ആളുകളെ കാണുമ്പോൾ നമുക്ക് ഇയാളുടെ പേര് എൻ്റെ നാവിൻ്റെ തുമ്പത്തുണ്ട് എന്ന് പറയേണ്ടി വരുന്നത്. ഈ പ്രതിഭാസത്തെ വിളിക്കുന്ന പേര് ടിപ്പ് ഓഫ് ദി ടങ് ഫിനോമിനൻ എന്നാണ്. ഇതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഒരാളെ കാണുന്ന സമയത്ത് അയാളുടെ പേര് നമുക്ക് ഓർമ്മ വന്നില്ലെങ്കിലും ചിലപ്പോൾ അയാളുടെ പേരിന്റെ ആദ്യത്തെ അക്ഷരം നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്താറുണ്ട്. ശരിയല്ലേ? ഉദാഹരണത്തിന് അയാളുടെ പേര് ആറ് വെച്ചിട്ടാണ് തുടങ്ങുന്നതെന്ന് എനിക്കറിയാം. അതിന് രാകേഷ് ആണോ, രാജീവ് ആണോ, രാഹുൽ ആണോ, അത് മാത്രം അറിഞ്ഞുകൂടാ. യഥാർത്ഥത്തിൽ ആ പേര് നമ്മുടെ ബ്രെയിനിൽ എവിടെയോ ഒളിഞ്ഞു കിടപ്പുണ്ട്. അതുകൊണ്ടാണ് അയാളെ മീറ്റ് ചെയ്തതിന് ശേഷം തിരിച്ച് വീട്ടിലെത്തി കുളിക്കുമ്പോഴോ ഭക്ഷണം കഴിക്കുമ്പോഴോ അല്ലെങ്കിൽ യാത്രയിലോ നമുക്ക് പെട്ടെന്ന് അയാളുടെ പേര് ഓർമ്മയിൽ വരുന്നത്. ശരിയല്ലേ? എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? പേരുകൾക്ക് പൊതുവെ അർത്ഥങ്ങൾ കുറവായിരിക്കും. അതായത് നമ്മൾ ഒരാളെ പറ്റി ചിന്തിക്കുമ്പോൾ അയാളുടെ രൂപം, അയാളുടെ മുഖം, അയാളും നമ്മളും തമ്മിൽ ഉണ്ടായിട്ടുള്ള സംഭവങ്ങൾ എല്ലാം നമ്മുടെ മെമ്മറിയിലോട്ട് കടന്നു വരുന്നുവെങ്കിലും അയാളുടെ പേര് ഒരു ലേബൽ മാത്രമായതിനാൽ അത് അത്ര വ്യക്തമായി നമുക്ക് ഓർക്കാൻ സാധിച്ചു എന്ന് വരില്ല. നിങ്ങൾ ഒരാളുടെ പേര് മറന്നുപോയാൽ അതിനർത്ഥം നിങ്ങളുടെ മെമ്മറി അല്ലെങ്കിൽ ബ്രെയിൻ മോശമാണ് എന്നതല്ല. നിങ്ങൾക്ക് അയാളുടെ മുഖവും അയാളുടെ അപ്പിയറൻസും അയാളുടെ ശബ്ദവും അയാളുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും വളരെ വ്യക്തമായി ഓർക്കാൻ സാധിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ബ്രെയിൻ സ്ട്രോങ് തന്നെയാണ്. പക്ഷെ അയാളുടെ പേര് റിട്രീവ് ചെയ്തെടുക്കാൻ ഒരു ചെറിയ ഡിലേ വരുന്നു എന്ന് മാത്രം. ചില സെലിബ്രിറ്റീസിനെ കാണുമ്പോൾ നമുക്ക് ഈ സെയിം അനുഭവം ഉണ്ടായിട്ടില്ലേ? അയ്യോ, അയാളെ ഞാൻ കണ്ടിട്ടുണ്ട്, അയാൾ ഇതേ ആ പടത്തിൽ അഭിനയിച്ചതാ, അയാളുടെ ക്യാരക്ടറിന്റെ പേര് ഇന്നതായിരുന്നു, അയാളുടെ ഹെയർ സ്റ്റൈൽ ഇങ്ങനെയായിരുന്നു എന്ന് തുടങ്ങി ആ സെലിബ്രിറ്റിയുമായി ബന്ധപ്പെട്ട എല്ലാ കഥകളും നമുക്ക് പറയാൻ കിട്ടും. പക്ഷെ അയാളുടെ പേര് മാത്രം നമ്മൾ മറന്നുപോയിട്ടുണ്ടാവും. ഇത് നമ്മുടെ ബ്രെയിനിന്റെ ഒരു ചെറിയ ട്രിക്ക് മാത്രമാണ്.
അതുകൊണ്ട് അടുത്ത തവണ ഇനി നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ബ്രെയിൻ വീക്കാണോ എന്നോർത്ത് ഭയപ്പെടേണ്ട. നിങ്ങളുടെ ബ്രെയിൻ ആ വ്യക്തിയുടെ ഫേസിനെ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞു, ആ വ്യക്തിയുമായി ബന്ധപ്പെട്ട എല്ലാ സന്ദർഭങ്ങളെയും ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞു. പക്ഷേ പേര് കണ്ടുപിടിക്കാൻ ഒരു ചെറിയ ഡിലേ. അതുകൊണ്ടാണ് ഒരുപക്ഷെ ഒരു 10 മിനിറ്റിന് ശേഷമോ അല്ലെങ്കിൽ ആ വ്യക്തി നമ്മുടെ അടുത്ത് നിന്ന് അകന്നു പോയതിനു ശേഷമോ നമുക്ക് ആ വ്യക്തിയുടെ പേര് ഓർമ്മ വരുന്നത്. നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടായിട്ടുണ്ടെങ്കിൽ താഴെ കമന്റ് ആയി രേഖപ്പെടുത്തുക. ഇതുപോലുള്ള മറ്റ് ഇൻട്രസ്റ്റിംഗ് വിഷയങ്ങളുമായി വീണ്ടും വരാം. ടിൽ ദെൻ ബൈ.